നമ്മളങ്ങോട്ടേ പോണേ? നമ്മളിന്ന് ഒട്ടകപ്പാല് കുടിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. കുറെ ആയി ആഗ്രഹിക്കുന്നു ഒട്ടകപ്പാല് കുടിക്കില്ല, ഇതേവരെ കുടിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാത്തിരുന്ന് കാണാം. ഫാമിലോട്ട് പോവാണ്. ബൈ ബൈ. വീഡിയോ ബ്ലോഗ്. അപ്പം ഞങ്ങൾ ഒട്ടും വൈകാതെ തന്നെ യാത്ര തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫാം ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. അതായത് ഒട്ടകപ്പാലൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ യാത്ര. ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോയി ഒരുപാട് ടൈം എന്ന് വെച്ചാൽ ഒരു 10-20 മിനിറ്റ് എന്തായാലും നമുക്ക് അവിടെ അങ്ങോട്ടുള്ളൊരു യാത്ര ഉണ്ടായിരുന്നു. കുറേ പോയി ഒരു വിജനമായ ഏരിയയിലൂടെ, മരുഭൂമി ഏരിയയിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലൊക്കെ പോകുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ പോകണമല്ലോ അല്ലേ, ഇരുട്ടാവുന്നതിൻ്റെ മുമ്പ് തന്നെ. അപ്പോൾ അത് വിചാരിച്ച് ഞങ്ങളൊരു 5 മണിൻ്റെ ശേഷമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ടായിരുന്നതും. ഞാനും ഫ്രണ്ടും മക്കളും എല്ലാവരും ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ യാത്ര. കുറേ ആയിട്ട് ഒട്ടകപ്പാൽ ഒന്ന് കുടിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഫാമുണ്ട്, അങ്ങോട്ടേക്ക് പോവാം, അവിടെ നിന്ന് കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ദിവസമായി പോകണം എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ പിന്നെ നമ്മളൊരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്‌രിബിക്ക് ശേഷമാണ് എന്തായാലും എങ്ങോട്ട് പോകണമെങ്കിലും. പക്ഷേ ഇത് കുറച്ച് നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ അതിങ്ങനെ പിന്നെ പോകാൻ വിചാരിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തായാലും പോകാനായൊരു ടൈമിൽ, അതായത് നാട്ടിലേക്കൊക്കെ പോകാനായൊരു ടൈമിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോന്നിട്ടുള്ളത്. നമ്മൾ ഈ സൗദിയിൽ വന്നിട്ട് ഒന്നും ഒരു ഒട്ടകപ്പാൽ കുടിക്കാതെ ഇങ്ങനെ പോവാമെന്നല്ലേ. അപ്പോൾ ആ ആഗ്രഹം കൂടെ അങ്ങ് സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ യാത്ര ഉണ്ടായിരുന്നതും. അങ്ങനെ ഞങ്ങൾ പോയി ഇതാ ഫാമിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ഒട്ടകങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. കുട്ടികളൊക്കെ ആകെ എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കണ്ടപ്പോൾ. പിന്നെ ഫാമിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒട്ടകങ്ങൾ മാത്രമല്ല, ഇവിടെ ആടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പം ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ തന്നെ പാലിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുഡാനികളായ 2 ആൾക്കാരാണ് അവരെ നോക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരാൾ പോയിട്ട് പാല് എടുക്കാനുള്ള സെറ്റപ്പൊക്കെ അവരെ ഒന്ന് സെറ്റാക്കി എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റായതിന് ശേഷമാണ് അവർ 2 ആളും കൂടി ചേർന്നിട്ട് പാലൊക്കെ എടുക്കുന്നത്. അങ്ങനെ നമുക്കുള്ള പാലൊക്കെ അവർ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 20 റിയാലാണ് എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വലിയൊരു പാത്രത്തിന്. ഇതിപ്പോൾ ഫ്രഷ് ഓടുക്കനെ നല്ല പതഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നമുക്ക് കിട്ടുക. പിന്നെ അതിനെ ഒരു അരിപ്പ വെച്ചിട്ട് അതിനെ ക്ലീൻ ചെയ്തെടുക്കും. എന്നിട്ടാണ് നമുക്കൊരു ചെറിയൊരു ബൗളിലാക്കിയിട്ട് കുടിക്കാൻ തരും കേട്ടോ. നല്ലൊരു ഇളം ചൂടും ഈ ഒരു ടൈമിനാണ് ഏറ്റവും ബെസ്റ്റ് ടൈം കേട്ടോ. അതായത് കറന്ന പാടന്നെ കുടിക്കുന്ന ഒരു ഇത്. പിന്നീട് അതിനൊരു വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരും. നമ്മൾ പിന്നെ ബാക്കിയുള്ള ബോട്ടിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മക്കൾക്കൊന്നും അങ്ങനെ വല്ലാണ്ട് പറ്റിയില്ല. ടച്ച് ചെയ്യാൻ പറ്റുമോ?
അപ്പം നമ്മൾ ബാക്കിയുള്ള ഒട്ടകപ്പാല് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ, കുപ്പിയിലാക്കിയിട്ടുണ്ട്. വലുതിന് എടുക്കാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് അപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത് പോകുന്നത് ബലദക്കാണ്. അവിടെ അടുത്ത് തന്നെയാണ്, കുറച്ചുകൂടെ പോന്നു കഴിഞ്ഞാൽ ബലദക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു യാത്ര ഒന്നും ആയിരുന്നില്ല, പോയി ബലദക്ക് എത്തിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ബലദിൽ മീൻ മാർക്കറ്റ് കാണാൻ. അവിടെ കുറേ ദിവസമായി ഇങ്ങനെ അവിടെ പോകണം കാണണം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ എത്തിയ സമയം തന്നെ വൈകിട്ടായതുകൊണ്ട് തന്നെ അവിടെ ഏകദേശ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്, അല്ലാണ്ട് ആളുകളൊന്നുമില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ രാവിലെ വരണം കേട്ടോ, അതൊരു കാഴ്ച തന്നെയാണ്. പക്ഷെ ഞാൻ ഇതുവരെ കാണാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളവിടെ ജസ്റ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു, കണ്ടു, മനസ്സിലാക്കി. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തിരിച്ച് അപ്പോൾ വലുതിൽ പോകുമ്പോൾ നമ്മൾ വാട്ടർ ഫൗണ്ടൈനൊക്കെ കാണാമെന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് ഗോർണിഷ് വരെ ഒന്ന് പോയി അവിടെ കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് റൂമിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും അങ്ങോട്ട് ഇറങ്ങിയതല്ലേ അങ്ങനെ. അപ്പോൾ നമ്മൾ ഗോർണിഷിലെത്തി. പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും മക്കളൊക്കെ ഏകദേശം ടയേർഡായിട്ടുണ്ട്. വല്ലാതെ റൈഡോ കാര്യങ്ങളിലൊന്നും അതായിട്ടില്ല, കയറാൻ പറ്റിയിട്ടില്ല. കയറിയതല്ല, ഞങ്ങൾ കാണിച്ചെടുത്തിട്ടില്ല എന്ന് സാരം. മക്കളല്ലേ, അവർ റൈഡും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറിടില്ലല്ലോ. പിന്നെ പോവാനും ഒക്കെ നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ കുട്ടികളെ വന്ന് വല്ലാതെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല കേട്ടോ. ഈ വാട്ടർ ഫൗണ്ടൈൻ ജസ്റ്റ് ഒന്ന് കാണാം, ഫോട്ടോ എടുക്കാം. പിന്നെ അങ്ങനെ പോകുമ്പോഴാണ് വെള്ളം ഇങ്ങനെ കാണുന്നത്. അത് രസം, മക്കൾക്കായാലൊക്കെ നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതിലൂടെയൊക്കെ ഓടിക്കളിക്കലും ചാടലും വീഡിയോസ് എടുക്കലും അങ്ങനെ കുറച്ച് നേരം കുട്ടികളങ്ങനെ അവിടെ ഒന്ന് എൻജോയ് ചെയ്തു. പിന്നെ വേറെയുള്ളൊരു ഭാഗത്തേക്കൊന്നും പോകാനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു കിട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് റൂമിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. കുട്ടികൾക്കും തന്നെ എൻജോയ് ആയി, ഞങ്ങൾക്കും തന്നെ ഒരു റിലാക്സ് ആയി കേട്ടോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.